ഹായ്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മുണ്ടത്തിക്കോട്ടയ്ക്ക് വന്നേക്കാണ്. എന്തിനാണെന്നല്ലേ, ഞങ്ങളുടെ വീടിന്റെ സെൻസൈഡ് വാർപ്പാണെന്ന്. എല്ലാ തവണയും വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോകളല്ലേ കാണാറുള്ളൂ. ഇത്തവണ ഞങ്ങൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് നടന്നിട്ടാണ് വീട്ടിലേക്ക് കയറി പോണത്. അതിന്റെ മെയിൻ കാരണം ഇതാണ്. റോട്ടിൽ നിന്ന് കോറിയിലേക്ക് മണ്ണിടിഞ്ഞിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ വണ്ടികൾക്കൊന്നും കയറി പോകാൻ പറ്റില്ല. പിന്നെ മഴക്കാലല്ല, വിശ്വസിച്ച് വണ്ടി കയറ്റാനും പറ്റില്ല, ചിലപ്പോൾ മണ്ണിടിഞ്ഞു പോയാലോ. അതുകൊണ്ട് ഞങ്ങൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് നടന്നിട്ടാണ് വീട്ടിലേക്ക് പോണത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അനിയേട്ടൻ വീടിന്റെ മുകളിലേക്ക് കയറിയ സെൻസൈഡിലെ ലൈറ്റിന് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാർപ്പിന് മുന്നേ ആയിട്ട് ആ പൈപ്പിന്റെ ഉള്ളിൽ പേപ്പർ തിരുകണം. അതിന് വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ കമ്പിയൊക്കെ കെട്ടൽ കഴിഞ്ഞപ്പോൾ തന്നെ അനിയേട്ടൻ വന്നിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ന്യൂസ് പേപ്പർ കിട്ടിയില്ല, അപ്പൊ ഇന്ന് കിട്ടിയപ്പോൾ അതിൽ തിരുകാന്ന് വെച്ചിട്ട് കയറിയതാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ പതിവ് പോലെ അക്കുപൊടി അമ്മാമ്മയുടെ ഒക്കത്ത് കയറി. അക്കുപൊടി അമ്മാമ്മയുടെ ഒക്കത്ത് കയറി ഇരുന്നിട്ട് സുഖമായി ചേച്ചിയോട് കളിക്കണത് കാണായിരുന്നു. അപ്പൊ ഞാൻ അവളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുക. അത് കാണിക്കുന്നുണ്ടപ്പോൾ അക്കുപൊടി ചിരിക്കണതാണ്. ഞങ്ങൾ വന്ന സമയത്ത് പണിക്കാരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത്തിരി നേരത്തെ പോകുന്നു എന്ന് മാത്രം. അങ്ങനെ അടുത്ത ഘട്ടം കൂടി ആയി എന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഞാൻ വന്നപ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ കയറി നോക്കാന്ന് വിചാരിച്ചു. തൂണുകളൊക്കെ വെച്ചിട്ടുള്ള കാരണം കയറാൻ ഒരു മടിയായിരുന്നു. എന്നാലും ഞാൻ കയറി. ഞങ്ങൾ വന്ന സമയം നല്ല സമയമായിരുന്നു. വാർപ്പിന് പറ്റിയ അന്തരീക്ഷം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കയറി കുറച്ചേരം നടന്ന് നോക്കി. അങ്ങനെ ഞാൻ കയറിയപ്പോൾ എന്റെ പിന്നാലെ കുട്ടിപ്പട്ടാളങ്ങളും കയറി. അനിയേട്ടൻ മുകളിലുണ്ടല്ലോ, ആ ധൈര്യത്തിൽ കയറ്റിയതാണ് അവരാനെ. ഞങ്ങളകത്ത് നടന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണിക്കാർ വന്നപ്പോൾ ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. മെയിൻ പണിക്കാരും ഹെൽപ്പർമാരടക്കം അവർ 9 പേരുണ്ടായിരുന്നു. പണിക്കാരൊക്കെ വന്ന് പണിക്ക് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്തപ്പോൾ പണിക്കാരൊക്കെ ഷീറ്റിന്റെ അടിയിലേക്ക് നിന്നു. പിള്ളേരെയൊക്കെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ആക്കി. ഞാനും അനിയേട്ടനും കുറച്ചേരൊക്കെ കൊടയൊക്കെ ചൂടിയിട്ട് അവിടെ നിന്നു. മഴ തോരുമോ നോക്കിയിട്ട് മഴ തോരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനും പിള്ളേരുടെ അടുത്തേക്ക് പോകുന്നു. ദേവട്ടന് വീട് പണിയുടെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ദേവട്ടൻ നിൽക്കുന്നത്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടിലുള്ള പട്ടി ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര കൊരയായിരുന്നു. ഇവിടെ കയറുന്നപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇഡ്ഡലിയും ചട്നിയും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊടുത്തു പിള്ളേർക്കൊക്കെ. 3 പേർക്ക് അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ തോർന്നപ്പോൾ പണിസ്ഥലത്തേക്ക് പോയി. മഴ തോർന്നപ്പോൾ തന്നെ അവർ വേഗം പണിക്കിറങ്ങി. സിമെന്റ് മണലൊക്കെ കൂട്ടാൻ നോക്കുമായിരുന്നു. സിമെന്റ് മണലും കൂട്ടാനുള്ള വെള്ളത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ കോറിന്ന് അടിക്കാറാണ് പതിവ്. കുടിവെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ചകലെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യാറ്. സിമെന്റ് മണലും കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം അടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അവര്. സിമെന്റ് മണലൊക്കെ കൂട്ടിൽ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചട്ടി വീട്ടിലുള്ള ഒരാളെന്നെ ഇട്ടിട്ട് തുടക്കം കുറിക്കണം എന്ന് പറഞ്ഞു അവര്. അപ്പോൾ അമ്മയ്ക്ക് മോളിക്ക് കയറാൻ പേടിയാന്ന് പറഞ്ഞു. പിന്നെ കണ്ണനോട് ഇല്ലല്ലോ, അപ്പോൾ അനിയേട്ടനാണ് മോളിക്ക് കയറുന്നത്. സത്യം പറഞ്ഞ ഒരു വീട് കയറുക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ഒരു സ്വപ്നം മാത്രം തന്നെയായിരുന്നു. എന്റെ ആദ്യത്തെ 1-2 വീഡിയോകളിൽ നിങ്ങൾ എന്റെ വീട് കണ്ടിട്ടുണ്ടാവും. ഒരു കുഞ്ഞൊരു റൂമായിരുന്നു. അതുകൊണ്ട് തന്നെ മാമന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്കൊന്നും ഓടി കളിക്കാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ മാമന്റെ അവിടേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. മാമൻ ഒരു വീട് കയറാൻ പോവാണല്ലോ. ഞങ്ങളെ പോലെ തന്നെ കുട്ടികളും വളരെയധികം ആകാംക്ഷയിലാണ് വീട് കയറുക എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ അവര് ആദ്യത്തെ ചട്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അനിയേട്ടൻ അത് ഇടാൻ പോവാണ്. ഞാൻ താഴ്ത്തു നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു മോളിക്ക് കയറി വീഡിയോ എടുത്തോന്ന്. അങ്ങനെ ഞാൻ ആ കോണിയുടെ 2 പടി കയറിയിട്ട് അനിയേട്ടൻ സിമെന്റ് ഇടുന്നത് വീഡിയോ എടുക്കുകയാണ്. എനിക്ക് ഇതും ഭയങ്കര സന്തോഷമായി തോന്നി. വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നിട്ട് അവർ പണിയണത് നോക്കുകയാണ്. ശീക്കുട്ടൻ പിന്നെ എന്റെ ഡ്രസ്സുമൊന്നും വിടണില്ല. ആരെങ്കിലും പരിചയമില്ലാത്തവരെന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ വാലുമൊന്നും മാറില്ല ശീക്കുട്ടൻ. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോഴും ഒരു മാറ്റമില്ല. എന്റെ ഡ്രസ്സുമൊന്നും വിടണില്ല ഇവരെയൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറെ നേരം അവിടെ നിന്നിട്ട് അവർ പണിയണത് നോക്കി നിന്ന് മടുത്തപ്പോൾ ഞങ്ങൾ ഒരു മെറ്റലുമ കയറി ഇരുന്നിട്ട് കാണുകയാണ് പണിയണതൊക്കെ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ശീക്കുട്ട ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കോപ്രായങ്ങൾ മാത്രമല്ല, അംഗൻവാടിയിൽ കുട്ടിക്ക് പാടി കൊടുക്കണ പാട്ടോള് പാടിത്താടി എന്ന് പറഞ്ഞപ്പോൾ അവള് പാടി തരികയാണ് ഞങ്ങൾക്ക്. അതിന്റെ ഇടയിൽ അവർ പണിയണതും കുട്ടി വീക്ഷിക്കുന്നുണ്ട്. സെൻസൈഡ് വാർപ്പ് ആയതുകൊണ്ട് തന്നെ മെഷീൻ കൊണ്ട് എല്ലാവരും മിക്സ് ചെയ്യണതും കൊണ്ടുപോയിടുന്നതൊക്കെ സിമെന്റും മണലും മെറ്റലൊക്കെ അവർ ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. പണിക്കാരെന്നെ ചെയ്യാണ് ചെയ്യണത്. സെൻസൈഡ് വാർപ്പ് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അവരെന്നെ ചെയ്യണത്. മെയിൻ വാർപ്പിനാണെങ്കിൽ മെഷീൻ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇതൊക്കെ കണ്ട് ബോറടിച്ചപ്പോൾ ശീക്കുട്ടൻ ഞാൻ ഇവിടെ ഇരുന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. അടി കൊണ്ടിട്ട് എപ്പോഴാണ് അവ ശീക്കുട്ടൻ കരയുക. അടി ഉണ്ടാക്കിയതാ പൂച്ചക്കുട്ടീനെ റാഞ്ചണ പോലെ ശീക്കുട്ടനെ റാഞ്ചിട്ടുണ്ട്. മെയിനായിട്ട് അച്ഛനായിട്ട് അടി ഉണ്ടാക്കുന്ന സ്നേഹപ്രകടനം കാണിക്കുന്ന ശീക്കുട്ടൻ തന്നെയാണ്. അക്കും ദേവൊന്നും അങ്ങനെ അടി ഉണ്ടാക്കാൻ പോവില്ല അച്ഛനായിട്ട്. അടി ഉണ്ടാക്കിയാലും അവരപ്പം തന്നെ സെറ്റ് ആവും ചെയ്യും. അവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അങ്ങനെ വാർപ്പൊക്കെ ഒരുവിധമായപ്പോൾ ഞങ്ങൾ ഭക്ഷണം വാങ്ങാൻ പോവുകയാണ്. അവർക്ക് ഭക്ഷണം പുറത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ഹോട്ടലിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. മുണ്ടത്തിക്കോട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് മുണ്ടത്തിക്കോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ടാണ് വാങ്ങണത്. ഞങ്ങൾ ഭക്ഷണം വാങ്ങാൻ പോയിട്ട് വരുന്ന സമയത്ത് ചെറിയ രീതിയിലൊന്ന് മഴ പെയ്തു. അപ്പോൾ വാർപ്പിന് ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് കഴിയുമ്പോഴേക്കും മഴ തോർന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി, ഭക്ഷണം ഇപ്പോൾ എടുക്കണ്ട, പണി കഴിയണോട് കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കിയാൽ മതി, മഴയൊക്കെയല്ലേ അതുകൊണ്ട് പണി കഴിയണോട് കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു ചേട്ടാ. ഞങ്ങൾ പോണ സമയത്ത് അക്കുപൊടി ഉറങ്ങായിരുന്നു. വരുമ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അമ്മയുടെ ഒക്കത്ത് കയറിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ വാർപ്പൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ടായിരുന്നു. വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റെഡിയായി വന്നാൽ പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കല്ലേ വേണ്ട. അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാൻ നോക്കുകയാണ്. ഞാനും അനിയേട്ടനും മാത്രമല്ല, ദേവട്ടനെ ശിവട്ടിയൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരെ കൊണ്ടാവണ പോലെ അവരും ഞങ്ങളെ സഹായിക്കുകയാണ്. അവരുടെ ഒരു മനസ്സ് നോക്കിയല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സിലും എന്തോ ആഗ്രഹം ഉണ്ടായിട്ട് വേണമല്ലേ അവരും ഇങ്ങനെ സഹായിക്കാൻ. അങ്ങനെ അക്കുപൊടി അമ്മയുടെ ഒക്കത്ത് നിന്ന് അച്ഛൻ്റെ ഒക്കത്തേക്ക് ചാടിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, അതുകൊണ്ട് ചാടിയതാണ്. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് 4-5 പ്ലേറ്റുകൾ വാങ്ങിയിട്ട് വന്നു. ഭക്ഷണം കൊടുക്കാനുള്ള ഇലകൾ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ ഇരുന്നിട്ട് ഇലയിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിലാണ് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തത്. അങ്ങനെ അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കൽ വേണ്ടി ഞാൻ അക്കുപൊടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ദേവട്ടിക്കും ശിവട്ടിക്കും അപ്പം വേണ്ടാന്ന് പറഞ്ഞ കാരണം അവർ കഴിച്ചില്ല. അവർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ അവർ പോയി. ഞങ്ങളും ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അമ്മ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ എടുത്ത് വെക്കുകയാണ്. അമ്മ ഇവിടെ എടുത്ത് വെക്കുമ്പോഴേക്കും ഞാൻ അപ്പുറത്തെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോയി. അപ്പോഴേക്കും അനിയേട്ടനും പിള്ളേരൊക്കെ പോകാനുള്ള പുറപ്പാട് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ സെൻസൈഡ് വാർപ്പ് കഴിഞ്ഞു. വാർപ്പ് കഴിഞ്ഞ ഉടനെ അവര് സെൻസൈഡിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടു. മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ അവിടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മേനെ വാടക വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പാർലിക്കാട്ടേക്ക് പോവാണ്. വീട്ടിൽ കയറാനുള്ള നേരമൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വേഗം പോവാണ്.
പിന്നെ മഴയൊക്കെയല്ലേ അതുകൊണ്ട് നിന്നില്ല വീട്ടിൽ. സെൻസൈഡ് വാർപ്പിന്റെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. താങ്ക് യു.